പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യൻ നാടോടി കഥകൾ പറഞ്ഞ് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ശേഷം ശാസ്ത്രം വളർന്നു. നിരവധി പ്രശ്നങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളും ഉത്തരങ്ങളും മനുഷ്യബുദ്ധി കണ്ടെത്തി തുടങ്ങി. എന്നാൽ ഒരേ ഒരു ചോദ്യത്തിന് ഇന്നുവരെയും ശാസ്ത്രലോകം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ജീവൻ എന്ന അത്ഭുതം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? മനുഷ്യജീവിതം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്? നാം എവിടെ നിന്നും വന്നതാണ്? ജീവന്റെ മൂല സ്രോതസ് എന്താണ്? ശാസ്ത്രലോകം മനുഷ്യന്റെ ശരീരത്തെയും അവയവങ്ങളെയും രക്തചംക്രമണത്തെയും പഠിച്ച് സത്യങ്ങൾ കണ്ടെത്തിയപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറഞ്ഞ വാക്കുകളോട് തന്നെ പൊരുത്തപ്പെടുന്നതാണ് നാം കണ്ടുവരുന്നത്. ബൈബിൾ മതഗ്രന്ഥമല്ല, അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശാസ്ത്ര പുസ്തകമാണ്. ഇന്ന് നാം ബൈബിളിന്റെയും ശാസ്ത്രത്തിന്റെയും വെളിച്ചത്തിൽ മനുഷ്യ ജീവിതത്തെ വിശകലനം ചെയ്യുകയാണ്. മനുഷ്യനൊരു ശരീരം എന്നതിനേക്കാൾ അപ്പുറമായി അവൻ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. അവനിൽ കാണുന്ന ബുദ്ധി ചൈതന്യവും സൃഷ്ടി നൈപുണ്യവും സ്നേഹിക്കുവാനുള്ള കഴിവും എല്ലാം ദൈവത്വത്തിന്റെ അടയാളങ്ങൾ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുകയാണ്, ആദിയിൽ ദൈവം മനുഷ്യനെ ഭൂമിയിൽ നിന്ന് പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവന് ജീവൻ നൽകി എന്ന് നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രം കണ്ടെത്തിയ സത്യം മനുഷ്യ ശരീരത്തിലെ മൂലഭാഗങ്ങൾ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, അയൺ തുടങ്ങിയവയാണ്. എല്ലാം ഭൂമിയിലുണ്ടാകുന്ന ധാതുക്കൾ തന്നെയാണ്. മനുഷ്യന്റെ ശരീരം ഭൂമിയിലെ ഘടകങ്ങളാൽ നിർമ്മിതമാണ് എന്നതാണ് ശാസ്ത്രം തെളിയിച്ച വസ്തുത. ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് ഒരു കാണാനാവാത്തത്ര ചെറിയ കോശത്തിൽ നിന്നാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ മരവിച്ചു കിടന്നിരുന്ന അണ്ഡത്തിൽ നിന്ന് പിതാവിന്റെ ബീജം കൂടി ചേരുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ആ ആദ്യ ജീവകോശം സൈഗോട്ട്, അത് ഉള്ളിൽ തന്നെ സമ്പൂർണമായി മനുഷ്യന്റെ രൂപരേഖാ കവചമായി സൂക്ഷിച്ചിരിക്കുന്നു. കണ്ണുകളുടെ നിറം, മുടിയുടെ സ്വഭാവം, ഉയരം, ശരീര ആകൃതി, ശബ്ദ മാധുര്യം പോലും അത് യാദൃശ്ചികതയല്ല, നിശ്ചയമായ ആസൂത്രണത്തിന്റെ തെളിവാണ്. ബൈബിൾ പറയുന്നത് ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യനെ ജീവാത്മാവാക്കി. ശാസ്ത്രം പറയുന്നത് ജീവിതം ഒരു ശ്വസന പ്രവർത്തനത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഓക്സിജൻ ഇല്ലാത്തിടത്ത് ജീവന് നിലനിൽപ്പില്ല. ഒരിക്കലും വിദ്യാഭ്യാസവും പാണ്ഡിത്യവും ഇല്ലാത്ത മനുഷ്യനായിരുന്ന കാലത്ത് ജീവൻ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ബൈബിളിന്റെ ദൈവീകത തെളിയിക്കുന്ന ഒരു ശക്തമായ ഉദാഹരണമാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവൻ അത് രക്തത്തിൽ തന്നെയാണ്. ഇന്ന് മെഡിക്കൽ സയൻസ് ഒരേ ശബ്ദത്തിൽ പറയുന്നു, ജീവന്റെ കേന്ദ്രം രക്തമാണ്. രക്തചംക്രമണം നിന്നു പോകുമ്പോൾ, നിലയ്ക്കുമ്പോൾ ജീവനും അവസാനിക്കുകയാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഈ വചനം എഴുതപ്പെട്ട കാലത്ത് മനുഷ്യർ രക്തത്തിന്റെ രഹസ്യം അറിഞ്ഞിരുന്നില്ല. ശാസ്ത്രം പറയുകയാണ്, രക്തം ശരീരത്തിലുടനീളം ജീവനെ നിലനിർത്തുന്ന ഒന്നാണ്. രക്തം എന്താണ് ചെയ്യുന്നത്? ശരീരത്തിലെ ഓരോ കോശത്തെയും ഓക്സിജൻ നൽകി ജീവനോടെ സൂക്ഷിക്കുന്നു. രോഗങ്ങളെ തടയാൻ പ്രതിരോധ ശേഷി നൽകി ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നു. ഹോർമോണുകളും പോഷകങ്ങളും സകല അവയവങ്ങളിലും എത്തിച്ചു കൊടുക്കുന്നു. വിഷവസ്തുക്കളെ നീക്കി ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. മസ്തിഷ്കവുമായി ശരീരത്തെ ബന്ധിപ്പിക്കുന്നു. ശാസ്ത്രം എന്ന് പറയുന്നു, രക്തമില്ല എങ്കിൽ ജീവനില്ല. ദൈവവചനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞത് ജീവൻ രക്തത്തിലാണ്. ഇത് ഒരു യാദൃശ്ചികമായ വിഷയമല്ല. ദൈവത്തിന്റെ വചനം തന്നെ സത്യമായി മാറുകയാണ്. മറ്റൊരാളുടെ രക്തം നൽകി ജീവൻ രക്ഷിക്കുന്നതും രക്തം ജീവന്റെ വഴി തന്നെയാണ് എന്ന് തെളിയിക്കുന്നു. ലേവ്യ പുസ്തകം, ആവർത്തനം തുടങ്ങിയ പുസ്തകങ്ങൾ ഇന്നത്തെ പബ്ലിക് ഹെൽത്ത് ഗൈഡ് ലൈൻസ് പോലെ ശരീര സൗഖ്യത്തിനായുള്ള രോഗനിർവാരണ നിർദ്ദേശങ്ങളാൽ നിറഞ്ഞതാണ്. ശരീരത്തെ ശുചിയാക്കുന്നതും
കുളിമുറികളുടെ ശുചീകരണവും കൈകൾ കഴുകുന്നതും ഇന്ന് അത് മെഡിക്കൽ ഹൈജീനാണ്. മാംസത്തിലെ രക്തം നീക്കം ചെയ്ത് മാത്രമേ ഭക്ഷിക്കാവൂ. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്. കുഷ്ഠരോഗികൾക്കുള്ള ക്വാറന്റൈൻ കോവിഡ് കാലത്ത് ലോകം ശാസ്ത്രീയമായി അംഗീകരിച്ചത്. മൃത ശരീരങ്ങളെ സ്പർശിക്കുമ്പോൾ ശുദ്ധീകരണം, മൈക്രോബയോളജി കണ്ടെത്തിയ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ്, കുടിവെള്ള ശുദ്ധീകരണ നിയമങ്ങൾ, വാട്ടർ ബോൺ ഡിസീസ് ഇന്നുവരെ നിയന്ത്രിക്കുന്ന മാർഗങ്ങൾ. 3400 വർഷങ്ങൾക്ക് മുൻപ് ബാക്ടീരിയ, വൈറസ് എന്ന പേരുകൾ പോലും ഇല്ലാത്ത സമയത്ത് ദൈവം തന്ന നിർദ്ദേശങ്ങൾ ഇന്ന് ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തം എന്ന പേരിൽ പഠിപ്പിക്കുന്നു. ദൈവം മനുഷ്യന്റെ നന്മയ്ക്കായി മുൻപേ തന്നെ ദൈവശാസ്ത്രമായി ഇത് നൽകിയിരുന്നു. പാൻഡമിക്, ക്വാറന്റൈൻ, ഐസൊലേഷൻ എന്നിവയെ ലോകം മനസ്സിലാക്കിയത് വളരെ അടുത്ത കാലത്താണ്. പക്ഷേ ബൈബിൾ അത് വളരെ മുൻപ് തന്നെ മനുഷ്യനെ പഠിപ്പിച്ചു. ഇവയിൽ പലതും അന്നത്തെ ലോകം അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവം മനുഷ്യനെ സംരക്ഷിക്കാൻ മുൻകൂട്ടി നിയോഗിച്ച നിയമങ്ങളായിരുന്നു ഇവ. അതായത് ബൈബിൾ ശാരീരിക ആരോഗ്യവും ആത്മീയ ആരോഗ്യവും ഒരുപോലെ പ്രാധാന്യമുള്ളത് എന്ന് പഠിപ്പിച്ചു. മനുഷ്യൻ സ്വന്തം ചിന്തയും ആത്മാവുമുള്ളവരെ ഒരു സൃഷ്ടിയാണ്. ബൈബിൾ പറയുന്നു മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നു. മനുഷ്യൻ ശരീരം, പ്രാണൻ, ആത്മാവ് എന്നീ 3 ഘടകങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവ് ദൈവത്തോടുകൂടി ബന്ധിപ്പിക്കുന്ന ഒരു ദൈവിക പ്രതിച്ഛായയാണ്. ശാസ്ത്രം മനസ്സിനെ ബ്രെയിൻ ഫങ്ഷൻസ് ആയി വിശദീകരിക്കുന്നു. പക്ഷേ ശാസ്ത്രം പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സ്നേഹത്തിന്റെ മൂല അർത്ഥം എന്താണ്? മനസ്സിലുണ്ടാകുന്ന കുറ്റബോധം എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് മനസാക്ഷി? മരണത്തിനു ശേഷമുള്ള ആത്മാവിന്റെ നില എന്താണ്? മനുഷ്യൻ ഒരു ബയോളജി മോഡൽ മാത്രമല്ല, ദൈവം ശ്വാസമൂതിയ ആത്മീയ ജീവൻ കൂടിയാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്ന മനുഷ്യന് അതിനുള്ള ബുദ്ധിയും സ്വാതന്ത്ര്യവും കൊടുത്തത് ദൈവം തന്നെയാണ്. ഭൂമിയെ സംരക്ഷിക്കുക, വിഭവങ്ങൾ തങ്ങളുടെ ആവശ്യ അനുസരണം ഉപയോഗിക്കുക, രോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, മനുഷ്യ നന്മയ്ക്കായി ശാസ്ത്രം ഉപയോഗിക്കുക. ശാസ്ത്രം ഒരിക്കലും ദൈവത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ എതിരല്ല. ശാസ്ത്രം ദൈവം സ്ഥാപിച്ച നിയമങ്ങളെ മനുഷ്യബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുന്നതാണ്. ശാസ്ത്രവും വിശ്വാസവും ഒരുമിച്ച് ചേർന്നാൽ മനുഷ്യ ജീവിതം ദൈവത്തിന്റെ പൂർണ്ണ അത്ഭുതമായി മാറും. മനുഷ്യൻ ചെറിയൊരു പൊടിക്ക് തുല്യമാണ് എങ്കിലും ദൈവത്തിന്റെ കയ്യാൽ അത്ഭുതമായി മാറുകയാണ്. ശരീരത്തിൽ പ്രകൃതിയുടെ ഘടകങ്ങൾ, ശ്വാസത്തിൽ ദൈവത്തിന്റെ സ്പർശനം, രക്തത്തിൽ ജീവന്റെ ശക്തി, മനസ്സിൽ ആത്മീയതയുടെ ചിന്ത, ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യൻ. ബൈബിൾ നാം ആരാണെന്ന് പറയുന്നു. ശാസ്ത്രം നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമ്മുടെ ഇച്ഛാശേഷിയെയും പറ്റി പറയുന്നു. രണ്ടും ചേർന്നാൽ നാം എവിടേക്കാണ് പോകേണ്ടത് എന്ന് വ്യക്തമാകുന്നു. ശാസ്ത്രം നമ്മെ മനുഷ്യരാക്കുന്നു. ദൈവവചനം നമ്മെ ദൈവത്തിന്റെ സൃഷ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നു. മനുഷ്യൻ ഒരു യാദൃശ്ചിക സൃഷ്ടിയല്ല, ദൈവത്തിന്റെ ബുദ്ധി വൈഭവമാണ്. ദൈവത്തിന്റെ രൂപമാണ് മനുഷ്യൻ. ശാസ്ത്രം നമ്മെ സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ കാണിക്കട്ടെ, പക്ഷേ ബൈബിൾ നമ്മെ സൃഷ്ടാവിന്റെ മഹത്വത്തിലേക്ക് നയിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തെളിവുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാധാരണക്കാരനല്ല, നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുത കൃതിയാണ്. അവനോടൊപ്പം ജീവിക്കുക, അവൻ നൽകിയ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുക. നിങ്ങളുടെ ജീവിതം ലോകത്തിന് ഒരു പ്രകാശമായി മാറട്ടെ. എൻ്റെ ജീവൻ ദൈവത്തിന്റെ അമൂല്യമായ ഒരു കൃതിയാണ്. അവന്റെ വചനത്തിലൂടെ ശരിയായ ജീവിതം നയിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ നാം പഠിക്കുക.